ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെ ഇന്ന് നിർണായകമായൊരു ചർച്ചയുണ്ട് മന്ത്രിയുടെ ഓഫീസിൽ. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഗതാഗത മന്ത്രി വിളിച്ച യോഗം അദ്ദേഹത്തിൻ്റെ ചേംബറിൽ നടക്കും. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരുടെ സംഘടനകളും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അഖിൽഷ അൻസാർ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അഖിൽഷ. വിശദമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ ഈ ടെസ്റ്റുകൾ നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് ശ്രമിച്ചെങ്കിലും വളരെ കുറച്ച് ടെസ്റ്റുകൾ മാത്രമേ നടക്കുന്നുള്ളൂ. സമരം കുറിച്ച് ശക്തമാണെന്ന് തോന്നുന്നു. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ 10 ദിവസമായി സംസ്ഥാനത്ത് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം, ഈ ടെസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സമരം അത് ശക്തമാണ്. അത് സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിരുന്നു. ജനങ്ങൾ അതിൽ ബുദ്ധിമുട്ടിയിരുന്നു. കാരണം ഒരു ദിവസം 40ഓളം സ്ലോട്ടുകൾ പലയിടങ്ങളിലും അനുവദിച്ചെങ്കിലും ഒരാൾ പോലും എത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഭാവിയിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമാകും. ഒരാൾക്ക് ലൈസൻസ് കിട്ടാൻ തന്നെ വീണ്ടും മാസങ്ങൾ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ സമരം കടുപ്പിച്ചതിന് പിന്നാലെയാണ് ഗതാഗത മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു ചർച്ച എന്നൊരു നിലപാടിലേക്ക് ഇന്നലെയോടുകൂടി എത്തിയത്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ നൽകിയത്. എല്ലാ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ജീവനക്കാരുടെ എല്ലാ സംഘടനകളുടെയും ഇന്ന് വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ചർച്ചയിൽ മന്ത്രി ക്ഷണിച്ചിട്ടുണ്ട്. ഓരോ സംഘടനകളെയും 2 പ്രതിനിധികളെ വീതമാണ് ക്ഷണിച്ചിട്ടുള്ളത്. എന്തായാലും ഈ യോഗം അത് നിർണായകമാകുമെന്നുള്ളതിൽ സംശയമില്ല. കാര്യം ഈ സമരം ഇങ്ങനെ നീണ്ടുപോയാൽ അത് വലിയ പ്രതിസന്ധിക്കാണ് കാരണമാവുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ സമരം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഈ ജീവനക്കാരുടെ ആവശ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CITU ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. നമുക്കറിയുന്നത് പോലെ CITU താത്കാലികമായി ഈ സമരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. അത് ആദ്യം ചില ഇളവുകൾ അനുവദിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പിന്മാറിയത്. പക്ഷേ അവരുടെയും നിലപാട് ഇത്തരത്തിൽ ഈ പുതിയ പരിഷ്കരണം പൂർണ്ണമായി ഒഴിവാക്കണം, അത് പിൻവലിക്കണം എന്നുള്ളത് തന്നെയാണ് CITUവിന്റെയും നിലപാട്. എന്തായാലും ഇന്ന് മന്ത്രിയുടെയും അതുപോലെ തന്നെ ഗതാഗത വകുപ്പിന്റെയും തീരുമാനം എന്തായിരിക്കും, അതായിരിക്കും വരും ദിവസങ്ങളിൽ സമരം തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഈ സംഘടനകളും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തീരുമാനമെടുക്കുക. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്, തിരുവനന്തപുരത്തുൾപ്പെടെ ടെസ്റ്റുകൾ മുടങ്ങിയിരുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും എത്തിയാൽ തന്നെ അത് വലിയ ഒരു പ്രതിഷേധത്തിലേക്കും അതുപോലെ തന്നെ തർക്കത്തിലേക്കുമൊക്കെ നീങ്ങുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനിശ്ചിതാവസ്ഥ എത്രയും പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഇന്ന് നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു അഖിൽഷ അൻസാർ.